അപ്പം ഞാൻ ഈ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് കഴുകി കുളിച്ച് സുന്ദരിയായിട്ട് വരാം കേട്ടോ. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഇട്ടാലാണ് എന്നെ കാണാൻ നല്ലത്. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളെ കണ്ടത്തിൽ പോയതായിരുന്നു, കപ്പയ്ക്ക് കാട് പറിക്കാനായിട്ട് വളയിടാനായിട്ടും പോയതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നു. അത് കയ്യിലെല്ലാം എത്ര കഴുകിയിട്ടും തോട്ടിലിറങ്ങി കഴുകി തോട്ടിൽ നിന്ന് വെള്ളം മുക്കി കഴുകിയിട്ട് മണ്ണൊന്നും പോയിട്ടില്ല കണ്ടോ, നിറച്ച് മണ്ണിരിക്കുക. അപ്പം ഞാൻ ഓർത്തിരുന്നേ ഇന്ന് ഇച്ചിരി താളിയൊക്കെ തേച്ച് താളയൊക്കെ കഴുകി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചതേ. അപ്പം ഞാനാണെങ്കിൽ ഇതുണ്ടോ ചെമ്പരത്തിയൊക്കെ പറിച്ചോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. 3 ചെമ്പരത്തി പൂവുണ്ട്. ചെമ്പരത്തി ആട് തിന്നേ, എൻ്റെ ചെമ്പരത്തി ചീര ആട് തിന്ന്. അപ്പം ചക്ക പുഴുങ്ങി, രാവിലെ ചക്ക പുഴുങ്ങി. ബാക്കി വന്ന ഇല എല്ലാം കൂടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്തേ. നല്ല നാടൻ കോഴിമുട്ടയുണ്ട് കേട്ടോ. ഫോൺ ഇവിടെ വയ്ക്കട്ടെ. നല്ല നാടൻ കോഴിമുട്ടയുണ്ട്. അപ്പോൾ അതിനോടെ ചേർത്ത് അരച്ചിട്ട് ഈ പൂവിൻ്റെ ഈ സാധനം എടുക്കാൻ കൊള്ളില്ലെന്ന് തോന്നണം കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. അത് മാറ്റിയിട്ട് പൂവിൻ്റെ ഇതള് മാത്രമേ ഇങ്ങനെ അരയ്ക്കുന്നതുണ്ടേ. അപ്പം ഇത് നല്ലൊരു ഷാമ്പു ആണെന്നാണ് കണ്ടത്. ഞാൻ പണ്ട് മുതലേ ചെമ്പരത്തി, നല്ല മഴ പെയ്യുക, പണ്ട് മുതലേ ചെമ്പരത്തി ഇല തല തേക്കണം. ചെമ്പരത്തി ഇല തേക്കാറുണ്ട്. അല്ലാത്ത താളി ഉണ്ടല്ലോ, കുറുന്തോട്ടി, അത് ഞാൻ തേക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ തല തേക്കുന്നതാണ്. കുറേ നാളായി താളിയൊക്കെ തേച്ചിട്ട്. ഈ വീട്ടിൽ വന്നപ്പോൾ ഒരു തവണ തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചെമ്പരത്തി കൊണ്ട് തലയൊക്കെ കഴുകി വൃത്തിയായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി. എന്നും ഈ കെമിക്കലാണല്ലോ. കെമിക്കൽ ഷാമ്പു ഇട്ടിട്ട് എൻ്റെ തലമുടിക്ക് ഒരുമാതിരി ചുവന്ന കളറായി, കളർ ചെയ്തോണമായി. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ ചുവന്നിരിക്കുന്നു. പിന്നെ ഇച്ചിരി താളിയൊക്കെ വെച്ച് എൻ്റെ മുടി മുഴുവൻ ഉരുപ്പ്. എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീമ്പുകളെ പറയുന്നൊന്നും അല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ പോയപ്പം അവിടെ ഉള്ളവർ ചോദിക്കുക, നിൻ്റെ മുടിയല്ല എൻ്റെയാണ്. എന്നാ പറയാനാ. അപ്പം ഇതിന് ഇച്ചിരി തിക്കായ കൺസിസ്റ്റൻസിയിൽ എടുക്കണ്ടേന്ന് പറഞ്ഞ് ഇത് അരിച്ചെടുക്കണം. അപ്പം അരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ എന്തെടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല. നെറ്റിൻ്റെ എന്തെങ്കിലും, നെറ്റില്ല എനിക്ക്, ഉണ്ടായിരുന്നതാ. ഞാൻ താളിയൊക്കെ അരിച്ചോണ്ടിരുന്നൊരു നെറ്റ് ഉണ്ടായിരുന്നു, അതില്ല. ഞാൻ എന്തിന് താളി എടുക്കും ചേട്ടാ? നെറ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? എന്താ ഉള്ളേ? അതല്ല ചേട്ടാ, അതില് പോരത്തില്ല. തുണി വേണം, പിഴിഞ്ഞ് അതിലും പോരത്തില്ല. തുണി വേണം, പിഴിയണം. ഇപ്പേ കോഴിമുട്ട കേട്ടാ. ഈ മുട്ട എന്ന് വെച്ചാൽ നല്ല നാടൻ കോഴിയുടെ മുട്ടയാ. ഇവിടെ ഉള്ളത് നാടൻ കോഴിപ്പൂവന്മാരാ. നല്ല നാടൻ കോഴി പൊരുന്നയിരിക്കണം നാടൻ കോഴിയുടെ മുട്ടയാ. ഇത്രയേ ഉള്ളെങ്കിലും മറ്റു മുട്ടേനേക്കാളും ഗുണമുള്ളത് ഈ മുട്ടയ്ക്കാണ് കേട്ടോ. ഇപ്പം ഞാനൊരു ഇച്ചിരി പൊട്ടിച്ചേ, കാരണം എനിക്ക് മഞ്ഞ വേണ്ട. മഞ്ഞ പോന്നാലോ? ഞാനല്ല പറഞ്ഞേ. അങ്ങനെ കുറുക്കരുത്, കുറുക്കുമ്പോ മഞ്ഞ ഇളകി പോട്ടാ. നല്ല ഫ്രഷാണ് കേട്ടാ. ആ വെള്ളം ഉണ്ടോ അതിൻ്റെ തിക്നെസ്? ഇനി മഞ്ഞയുള്ള
ആ മഞ്ഞ എന്താ അല്ലേ? ഒഴിക്കരുതേ, മഞ്ഞ ചാടിക്കരുതേ. ആ ഇനി പോരും, മഞ്ഞ പോരും. മുട്ടയുടെ വെള്ള തേച്ചിട്ടുണ്ടെങ്കിൽ മണം വരത്തില്ല, സ്മെല്ലൊന്നും ഉണ്ടാവത്തില്ല. മുട്ടയുടെ മഞ്ഞ ഉണ്ടെങ്കിലേ സ്മെല്ല് വരത്തുള്ളേ. ഞാനൊന്ന് അരക്കട്ടെ. അപ്പൊ അതാ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പോയിട്ട് ഒരു നെറ്റ് തപ്പി എടുത്തോണ്ട് വരാം. അപ്പൊ നെറ്റ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പഴയ ഷോള്. പണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഓൺലൈൻ വാങ്ങുന്നത് ഇതായിരുന്നു കേട്ടോ. ഇതല്ല, ഓൺലൈൻ ഒരു ഗൗണ്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും, പണ്ട് ഫ്ലിപ്കാർട്ടില് ഈ നെറ്റിൻ്റെ ഒരു ഗൗൺ ഇറങ്ങിയത്. ഇങ്ങനെ പരസ്യത്തിലെല്ലാം വിരിഞ്ഞു നിൽക്കും. ഓറഞ്ചും ബ്ലൂ വയലറ്റും ആയിരുന്നു അതിൻ്റെ കളറുകൾ. ബ്ലൂ പോലത്തെ കളറ്. അതിൻ്റെ ഓറഞ്ച് വാങ്ങിയതാണ്. കിട്ടിയപ്പോൾ ഈ കളർ പീച്ച് കളറാണ് എൻ്റെ കൈ കിട്ടിയത്. പക്ഷെ ഞാൻ ഇന്ന് വരെ ആ ഉടുപ്പ് ഇട്ടിട്ടും ഇല്ല. ഒരു തവണ എങ്ങാണ്ട് ഇട്ട്, സ്ലീവ്ലെസ് ആയിരുന്നു. അപ്പോൾ ഒരു തവണ എങ്ങാണ്ട് ഇട്ടിട്ട് ഞാൻ കൈയൊക്കെ സെപ്പറേറ്റ് പിടിപ്പിച്ചായിരുന്നു കേട്ടോ. ഒരു തവണ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോയോ ഫോട്ടോയോ ഏതാണ്ട് ടിക്ടോക്കുള്ള സമയത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ നെറ്റ് ഇങ്ങനെ വെച്ച് ഇതിലേക്ക് നമുക്ക് താളി ഒഴിക്കും. ഇന്ന് മുടി സംരക്ഷണമാണ്. പാത്രം ഇപ്പം തന്നെ കഴുകി വെച്ചില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. സത്യത്തിൽ ഇതങ്ങ് തേക്ക അത്രയ്ക്ക് നല്ലതാ. കാരണം അത്രയ്ക്ക് നന്നായിട്ട് കിട്ടി. ഇതിനിപ്പോൾ പിഴിഞ്ഞതിൻ്റെ ചാറെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ പാത്രം ഇപ്പൊ തന്നെ കൈയോടെ വെള്ളം ഒഴിക്കും. ഇപ്പൊ ഞാന് തല തേക്കുക. എന്നിട്ട് 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചണ്ടിയുണ്ട്, കണ്ടില്ലേ? നല്ല സ്മൂത്തായിട്ട് കിട്ടിട്ടോ. സ്മൂത്തായിട്ട് കിട്ടി. ഞാൻ പിഴിഞ്ഞു. ഈ നെറ്റേ നല്ല രീതിയിലേ കഴുകണം. അടുക്കളയിൽ നിന്നൊക്കെ ചെയ്യുന്നേട്ടോ. എല്ലാവരും അങ്ങ് ക്ഷമിച്ചേരെ. മൊബൈൽ സ്റ്റാൻഡ് ഇവിടെ ആയിരുന്നു. ഒരിച്ചിരി എണ്ണ തലയിലെല്ലാം കൂടെ തേച്ച് പിടിപ്പിക്കട്ടെ. ബാത്റൂമിലേക്കൊന്നും കൊണ്ടുപോകണില്ല. നേരത്തെ നിറച്ച് മണ്ണ. അതായത് കപ്പയ്ക്കൊക്കെ പോയേ ഒരുപാട് മണ്ണൊന്നും പറ്റിയില്ല. ഞാൻ അങ്ങനെ അതിന് മാത്രം പണിയൊന്നും ചെയ്തില്ല കേട്ടോ. ചേച്ചി കാടൊക്കെ നേരത്തെ വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 ഏരിയയിൽ മാത്രം നീളത്തിൽ കാടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് പറിക്കാൻ കൂടിയെന്നേ ഉള്ളൂ. ചേച്ചിയാ കൂടുതൽ ജോലി ചെയ്ത്. ചേട്ടൻ്റെ വൈഫ് ജാൻസി ചേച്ചി നമ്മൾ പതുക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളേ. പിന്നെ വളം ഇട്ടു ചേട്ടനും ചേച്ചിയും കൂടെ. ആ വെളിച്ചെണ്ണ തേക്കണം തലേന്ന്. വെളിച്ചെണ്ണ തേക്കണം തലേല്. ആ ഇത് തണുപ്പല്ലേ, തലയിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങില്ല വെറുതെ. വെളിച്ചെണ്ണ തേക്കും. ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ട് എത്ര നാളായി.
നാളായെന്നറിയാം എൻ്റെ തലയിൽ. ഞാൻ എന്നാൾ തേക്കാണല്ലോ. അത് കഴിഞ്ഞ് ഞാൻ തേച്ചിട്ടില്ല. ഒരു തവണ ഞങ്ങൾ തേച്ചൊന്നാണ് അത് കഴിഞ്ഞ്. അന്ന് നേരെ വേണ്ട തേച്ചത്. ഒന്നും ചാട്ടൻ തലയെല്ലാം മസാജ് ചെയ്യാൻ പിടിച്ച് ചാടയെ കുത്തി കൈ തന്നു. ചാട്ട ഇങ്ങനെ എടുത്തെടുത്ത് ഞാനേ പട്ടിക്കഞ്ഞി കൊടുക്കട്ടെ. ഈ മഴ തന്നെ ഈ വെളച്ചെന്ന് പറഞ്ഞു പോകും. കോഴിക്കോട് വേണ്ട, അതിന് കോഴിക്ക് കൊടുത്താൽ മതി. അതും മനസ്സിലാക്കി ജീവിതം. പക്ഷെ താളി 2 ദിവസം തേച്ച എൻ്റെ മുടി ശരിക്കും വളരും. ഇത് സക്സസ് ആണെങ്കിൽ ഞാൻ ഒരു ഷാമ്പു വാങ്ങാതെ താളി വയ്ക്കും. കവിയോ കവി നേടിക്കുന്ന അതല്ല ഇത് അത് എനിക്ക് ആ ഷാമ്പൂവിനോട് എനിക്ക് ആ കാശപ്പുറം മുടക്കി ഷാമ്പു കഴിക്കാൻ എനിക്ക് അത്ര താല്പര്യം. അതെന്നാ പറയാ അന്നേരം ഈ സ്ട്രെയിറ്റ് ചെയ്തോണ്ടാണ് അത് വേണം. കാരണം പൈസയല്ല, പക്ഷെ അതിൻ്റെതായ ഒരു ഗുണം എനിക്ക് കാണുന്നില്ല. ആര് പറഞ്ഞു? അതുകൊണ്ടായിരുന്നു കൂടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണേ. അല്ലെങ്കിൽ പണ്ടേ തല വെച്ച മുടി ചുരുളൂല്ലേ? ചുരുളും നോർമൽ മുടിയാണ്. അത് സ്മൂത്തനിങ്ങിന്റെ ഷാമ്പു അല്ലേ? അഴിച്ചൊക്കെ ഇട്ട് പോണെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി മുടി എൻ്റെ പണ്ടത്തെ മുടി ഉണ്ടെങ്കിൽ എനിക്ക് സ്ട്രെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനിപ്പോൾ എനിക്ക് ഇനി പണ്ടത്തെ മുടി വരുമോയെന്ന് ആർക്കറിയാം. ചിലപ്പോൾ താളിയൊക്കെ തേച്ചാൽ ചിലപ്പോൾ ഉണ്ടായെന്നും ഇരിക്കും. കരാട്ടിനില്ല തലയിൽ, അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. സ്കാൽപ്പിലേക്കാണ് ഈ താളി മൊത്തം തേക്കേണ്ടത്. മുടിയുടെ അറ്റത്തേക്ക് തേക്കേണ്ട കാര്യമില്ല. മുടി വളരണത് ഈ തലയോട്ടിന്നല്ലേ, സ്കാൽപ്പിൽ നിന്നാണ് മുടി വളരണത്. അപ്പം ഞാൻ ഈ താളി മൊത്തം ഒന്ന് തേക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ തല നിറച്ചിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി താളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയാലെല്ലാം ഇതുണ്ടോ താളി വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. ഇതിന് ഒരു 10-15 മിനിറ്റ് തലയിൽ ഇരിക്കട്ടെ. അതിന് ശേഷമാണ് തല കഴുകി നന്നായിട്ട് തല കഴുകണം. അപ്പം ഞാൻ ഈ ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് കഴുകി കുളിച്ച് സുന്ദരിയായിട്ട് വരാം കേട്ടോ. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഇട്ടാലാണ് എന്നെ കാണാൻ നല്ലത്, ലിപ്സ്റ്റിക് ഇല്ലാതെ കാണുന്നതിനേക്കാൾ നല്ല ലിപ്സ്റ്റിക് ഇട്ടാലാണ്. ഇത് തന്നെയാണ് ഞാനും എപ്പോഴും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങാൻ ലിപ്സ്റ്റിക് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊട്ടിയായി അതായി ഇതായി എന്നൊക്കെ പറയും. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞാനിതൊന്നും വേണ്ടാന്ന് അങ്ങ് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് തലയൊക്കെ കഴുകി നന്നായിട്ട് തേച്ച് കുളിച്ച് വൃത്തിക്ക് വരാം. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി. കുളി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഞാൻ കയറി കിടന്നു. ചേട്ടൻ ചുമ്മാ കിടന്ന് പണിയല്ലായിരുന്നു, കപ്പയിലൊക്കെ പണിയും അല്ലായിരുന്നോ. അപ്പം ചേട്ടൻ വെറുതെ കയറി കിടന്നു നടുവൊന്ന് നിവർത്താൻ വേണ്ടി. അത് കണ്ടപ്പം ഞാൻ ചുമ്മാ കിടന്നു. വീഡിയോ ഒക്കെ വൈകുന്നേരത്തേക്കുള്ള എഡിറ്റൊക്കെ ചെയ്യാമെന്ന് ഓർത്ത് ഞാനും കൂടെ കയറി കിടന്നു. എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാനങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ആൻസിനെ ട്യൂഷന് വിട്ടിട്ടാണ് കയറി കിടന്നത്. അതിൻ്റെ ആൻസ് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ വന്നിങ്ങനെ തൊട്ടു. അപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണിച്ചില്ലെന്ന് ഓർത്തത്. അപ്പോൾ അതാ ഞാൻ മുടിയൊക്കെ കഴുകിയിട്ടാണ്. നല്ല ഷാമ്പു ഇട്ടതുപോലെ ഇല്ലേ, മുടിയിൽ യാതൊരു സ്മെല്ലും കാര്യങ്ങളും ഇല്ല. എങ്ങാനും മുട്ടയുടെ സ്മെല്ലുണ്ടെങ്കിൽ ചേട്ടൻ എന്നെ അടുത്തേക്ക് അടുപ്പിക്കുക പോലും ഇല്ല. ചേട്ടൻ കുളിക്കാൻ കയറിയെന്നാണ്, അല്ലെങ്കിൽ ചേട്ടനോട് ചോദിക്കായിരുന്നു മുട്ടയുടെ സ്മെല്ലുണ്ടോയെന്ന്. എനിക്കേതായാലും സ്മെല്ലൊന്നും കിട്ടണില്ല കേട്ടോ. പിന്നെ ആ നല്ല ചെമ്പരത്തി താളിയുടെയൊക്കെ ആ ഒരു നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. അതന്നെ നല്ല ഈ നൈറ്റ് ഇങ്ങനെ ഇറങ്ങി പോകുന്നു കഴുത്ത്. അപ്പോൾ അങ്ങനെ ഞാനൊരു ടിപ്പ് വീഡിയോ ഇട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ മുടിയിൽ ചെയ്ത കാര്യമൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് ചെമ്പരത്തി താളി തേച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ എൻ്റെ തലമുടിയിൽ കെമിക്കലൊന്നും കയറ്റത്തില്ലായിരുന്നു. ഒരു ഷാമ്പു പോലും ഞാൻ യൂസ് ചെയ്യത്തില്ലായിരുന്നു. നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച്
മുടി നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് മസാജ് ചെയ്യുമൊന്നുമില്ലായിരുന്നെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ തേക്കുമായിരുന്നു. നന്നായിട്ട് ഷാമ്പു നന്നായിട്ട് താളി അരച്ച് തല കഴുകുമായിരുന്നു. നേരത്തെയൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെ കനാല് ബണ്ടിൻ്റെ സൈഡിൽ നിറച്ച് കുറുന്തോട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറുന്തോട്ടി ഡെയിലി ഞാൻ തല തേക്കുമായിരുന്നു. ഡെയിലി കുറുന്തോട്ടി തേക്കുമായിരുന്നു കേട്ടോ, ദിവസവും. ഒരു ദിവസം പോലും ഇടപെടാതെ. അന്നേരം കുറുന്തോട്ടി തേക്കുമ്പോൾ മുടിക്ക് ഭയങ്കര കട്ടി തിക്നെസ് തോന്നുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മുടിക്ക് ഉള്ളുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇങ്ങനത്തെ മുടിയൊന്നുമല്ല. ഇതിപ്പോൾ ഈ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ആയി പോയെന്നേ ഉള്ളൂ. പക്ഷേ ഷാമ്പൂ ഇട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെമ്പരത്തി താളി തേച്ചു ഒന്നും കരുതിക്കൊണ്ട് എൻ്റെ മുടിയുടെ ഈ സ്മൂത്ത് ചെയ്തതൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെയുണ്ട്. എനിക്ക് നല്ല മുടിയുണ്ടായിരുന്ന ആ സമയത്താണ് ഈ സ്മൂത്തനിങ് സ്ട്രെയിറ്റനിങ് ഒക്കെ ഇറങ്ങി ഞാൻ പോയി ഒന്ന് ചെയ്തു. പക്ഷെ അവർക്ക് ഞാനത് കെയർ ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇരാറ്റുപേട്ടയില ചെയ്തേ. എൻ്റെ മുടി ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമായിരുന്നു. മുറിഞ്ഞു പോയി. അതെന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ പോയില്ല. പിന്നെ ഞാൻ തൊടുപുഴ വർഷങ്ങൾക്ക് ശേഷം ഈ 2 കൊല്ലമായിട്ട് ഞാനിപ്പോൾ സ്ഥിരം സ്മൂത്തനിങ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മുടി മൊത്തം പോയി കഴിഞ്ഞ് പിന്നെ കുഴൽക്കിണർ വെള്ളത്തിലാണ് ഞാൻ തല കഴുകിക്കൊണ്ടിരുന്നതല്ല, മുടി കഴുകുന്ന കുളിക്കുന്നതല്ല. കട്ടിയുള്ള വെള്ളം സ്വാഭാവികം മുടി പോകും. അതിന് മുമ്പായിട്ട് പൈപ്പ് വെള്ളത്തിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. ഞാറുകുറ്റിയിലായിരുന്നു. പൈപ്പ് വെള്ളം, കിണർ വെള്ളം ഇല്ലായിരുന്നു, പൈപ്പ് വെള്ളത്തിലായിരുന്നു. അങ്ങനെ എൻ്റെ മുടിയെല്ലാം പോയി. പിന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴൽക്കിണറായിരുന്നു. ഇപ്പം നമുക്ക് നല്ല ശുദ്ധമായ കിണർ വെള്ളം ഉണ്ട് കേട്ടോ. നീ ആ പഴയ മുടിയൊന്ന് തിരിച്ചു പിടിക്കാൻ നോക്കിയാലോ എന്നൊക്കെ മനസ്സിനകത്തൊരു വിചാരമൊക്കെ ഉണ്ട്. കിട്ടുമോയെന്നറിയത്തില്ല. താളിയൊക്കെ ഇട്ട് പിന്നെ ഇപ്പം ഈ സ്മൂത്തനിങ്ങൊക്കെ ചെയ്ത് ശീലിച്ചത് കൊണ്ട് മുടി ചുമ്മാ ഇങ്ങനെ അങ്ങ് ഇട്ടാണ് ശീലിച്ചു പോയി. ഇപ്പം കെട്ടി വെക്കാതെ ചുമ്മാ ഇട്ട് ശീലിച്ചു പോയി. പിന്നെ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഫേസ്ബുക്കിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പുറകോട്ട് കെട്ടിക്കൊണ്ട് പോയപ്പം അങ്ങനെ വലിച്ചു കെട്ടല്ലേ ആ ഹെയർ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കണം. അത് പിന്നെ പേപ്പർ വാല്യുവേഷന് പോകുമ്പം മുടിയെല്ലാം കൂടി പോണിട്ടൈലായിട്ട് ഇങ്ങനെ പുറകോട്ട് പൊക്കി കെട്ടിക്കൊണ്ട് പോയേ. ഞാൻ അല്ലാതെ കോളേജിലും അങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പലരും നമ്മളെ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചപ്പം വന്നതായിരിക്കും അവർക്ക്. അങ്ങനെ കെട്ടിയാൽ നെറ്റ് കയറുമെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് പണ്ട് ഒട്ടും നെറ്റിയില്ലായിരുന്നു. കുറച്ചെങ്കിലും കയറി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച കാലഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ കയറി മൊത്തത്തിൽ നെറ്റ് ഞാൻ കയറിപ്പോയി. ഇനിയിപ്പോൾ അതിനെ കവർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ മുടി കുറച്ച് ഇറങ്ങിയതാണ്. അതായത് ഗന്ധർവൻ്റെ മുടി പോലെ ഇരിക്കും. നെറ്റി ആ ഒരു സ്റ്റൈലല്ല, ലവ് നെറ്റിയാണ്. അപ്പം അതും ഒന്ന് മാറ്റണം. എനിക്ക് മുടി നടുവേ ഇങ്ങനെ നടുവേ വകഞ്ഞ ഇങ്ങനെ കെട്ടുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്കത് പറ്റത്തില്ല. ഡാഗിനി അമ്മൂമ്മയുടെ മുടി പോലെ ഇങ്ങനെ വളഞ്ഞു വരും. അതുകൊണ്ട് അതും പറ്റത്തില്ലായിരുന്നേ. അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ കെട്ട്. അപ്പോൾ ഇന്ന് താളിയൊക്കെ ഇട്ട് തലയൊക്കെ ഒന്ന് കഴുകി സെറ്റ് ചെയ്തപ്പോഴത്തേക്കും തലയ്ക്ക് നല്ലൊരു തണുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. മുടി ഒരു കുഴപ്പമൊന്നുമില്ലാതെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. ദോഷമൊന്നുമില്ല, കെമിക്കലൊന്നും ഇല്ലായിരുന്നല്ലോ. നല്ല ശുദ്ധമായ ചെമ്പരത്തി, നല്ല നമ്മുടെ വീട്ടിലിട്ട് നാടൻ കോഴിയുടെ നാടൻ മുട്ടവെള്ളയും കൂടെ ആയിരുന്നു. അതുകൊണ്ട് മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഉള്ളു കുറേ പോയി. അത് ഈ പറഞ്ഞോണം കെയറിങ്ങിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് എൻ്റെ മുടിയുടെ ഉള്ളൊക്കെ പോയത്. അത് തിരിച്ചിനി പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ മുടിയൊന്നും എനിക്ക് കിട്ടുമെന്ന് ചോദിച്ചാലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇൻഷാ അല്ലാ എന്തെങ്കിലുമൊക്കെ ആകട്ടെ. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു താളി തേച്ചപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്ന. എന്നും ഇപ്പോൾ ഈ കുക്ക് ചെയ്യണതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ബോറടിക്കില്ല എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വെച്ചത്. ബിന്ദുസ് ഡ്രീംസ് ആണല്ലോ ബിന്ദുസ് ഡ്രീംസിൽ വരുന്നത്. അപ്പം എൻ്റെ ഡ്രീംസിൽ തലമുടിയും എല്ലാം ഉൾപ്പെടും. അപ്പം അതുപോലെ എനിക്ക് ഫേസ്ബുക്കിൽ വന്നൊരു കമൻറ്റാണ്, ചേച്ചി ലിപ്സ്റ്റിക്ക് ഇടാത്തത് കൊണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് 2-3 ദിവസമായിട്ട് ഫോട്ടോസൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പം ഫേസ്ബുക്കിൽ ഇതിനകത്തും വന്നിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും വന്നിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക് ഉള്ളതാണ് നല്ലതെന്നുള്ളത്.
ആ ഫേസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ പൗഡർ പോലും ഫേസിൽ ഇട്ടിട്ടില്ല. ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു. കുറച്ച് മുമ്പ് ഒന്നോടെ വാഷ് ചെയ്തു. അതിന് ശേഷം ഞാൻ ചുമ്മാ ഒരു ഷോർട്ട് വീഡിയോ എടുത്തതാണ്. ലിപ്സ്റ്റിക്കും ഇട്ട് കണ്ണും എഴുതി പൊട്ടും തൊട്ടിരിക്കുന്നു. വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പുരുകം പോലും ഒന്നും വരച്ചിട്ടൊന്നുമില്ല. പുരുകത്തിനും തിക്നെസ് കുറവാണ്. പുരുകത്തിൻ്റെ കട്ടി പോയത് ഈ പറയണ ഈ വെള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരുന്നു. അപ്പം അതിനിപ്പോൾ ഞാൻ കൂടുതൽ പരിഹരിക്കണം. ആ ഇടയൊക്കെ ഞാൻ ഈ കരി ഉണ്ടാക്കിയിട്ട് എഴുതുമായിരുന്നു. ഇതുണ്ടാവാൻ വേണ്ടി ആവണക്കെണ്ണയും ഒക്കെ ആയിട്ട് ചേർത്തൊരു കരി ഉണ്ടാക്കിയിട്ട് എഴുതുമായിരുന്നു. ആ ഇടയൊക്കെ പിന്നെ ഈ കുഴൽക്കിണർ വെള്ളമല്ലായിരുന്നോ, അപ്പം അതുകൊണ്ട് ഈ ബോർവെൽ വാട്ടർ കട്ടിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒക്കെ പുരുകമൊക്കെ കൊഴിഞ്ഞു പോകും, സ്വാഭാവികം. പിന്നെ പ്രായമായില്ലേ, ഇത്രയും പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയണ മുടിയും പുരുകവും പോയി പല്ലൊക്കെ പോയി അമ്മമ്മയൊക്കെ ആയിട്ട് പതുക്കെ ഓരോ സ്റ്റേജിലേക്ക് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഓരോ ഏജ് സ്റ്റേജും നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. ചെറുപ്പകാലം ആസ്വദിച്ചു, അത് കഴിഞ്ഞുള്ള കാലം ആസ്വദിക്കാൻ പറ്റിയ കാലമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നാലും അതും ആസ്വദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കുവാണ്. ജീവിതമല്ലേ, പലതരക്കാരെ കണ്ടുമുട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 1 മിനിറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് കിച്ചൺ അല്ല കേട്ടോ. നിങ്ങൾ ഏത് തരക്കാരാണ്? മറ്റുള്ളവർ പറഞ്ഞ് വിശ്വസിക്കുന്നവരാണോ, അതോ നിങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണോ? ഞാൻ അനുഭവത്തിൽ നിന്ന് ഒരാളെ മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഒരാൾ പറഞ്ഞെന്നും കരുതി ഞാൻ ഒരാളെ തള്ളിക്കളയില്ല. ഇപ്പം നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ടൊക്കെ ചിലർ നമ്മളെ വിധിക്കാറുണ്ടല്ലേ. നമ്മുടേതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നമ്മളെ വിധിക്കാറുണ്ട്, നമ്മളോടുള്ള അസൂയ മൂത്ത് വിധിക്കാറുണ്ട്, നമ്മളെ അളക്കാറുണ്ട്, പെരുമാറാറുണ്ട്. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് എനിക്കുണ്ട്, അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും, അവസാനം ഞാൻ ഒറ്റപ്പെടും, ഇതിപ്പോഴും തുടർന്നു കൊണ്ടേ പോകാമെന്നും പറഞ്ഞ് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിനകത്തെ. നമ്മൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം മാറി ചിന്തിച്ചു തുടങ്ങണം. എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം ജീവിതം ത്യജിച്ചിട്ട് അവസാനം അവരിൽ നിന്നും അവഗണനയും ഒറ്റപ്പെടലൊക്കെ നേരിട്ട് വെറുതെ നോക്കിയിരിക്കുന്നത്? നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വെറുതെ സമയം പാഴാക്കി വേസ്റ്റാക്കി കളയുന്ന എന്തിനാ? അവസാനം ഞാനീ പറഞ്ഞോണം പല്ലൊക്കെ കൊഴിഞ്ഞ് മുടിയൊക്കെ പോയി മുടിയൊക്കെ നിറച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് അവസരങ്ങൾ, ആ സമയത്താണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ചുറ്റും ഇപ്പോൾ ആരൊക്കെയുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയാനുള്ള ഒരു ഉത്തരമെങ്കിലും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ കുറേയെങ്കിലും ഞാൻ നടത്തിയെടുത്തിട്ടുണ്ട് എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ കുറേയെങ്കിലും ഉണ്ടായിരിക്കണം. അത് നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ അല്ലേ ഇനിയിപ്പോൾ എനിക്ക് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്, വെറുതെ ഒന്നും പാഴാക്കി കളഞ്ഞിട്ടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ത്യജിച്ചിട്ട് അവസാനം ഞാൻ ഈ കിടപ്പ് കടന്നിട്ട് ഞാൻ എന്ത് നേടിയെന്ന് ചിന്തിക്കുന്നതിലും ഭേദം നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് ഞാൻ എനിക്ക് വേണ്ടി നേടിയിട്ടാണല്ലോ കിടക്കുന്നതെന്ന് ചിന്തിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററെന്ന് ചിന്തിക്കുന്നു. ആ ഉടുപ്പ് മാറടാ, ഈ 2 ഉടുപ്പ് മാറാം. ആ സാറില്ല, ഇച്ചിരി വിഷമാവട്ടെ. അപ്പം ആര് എപ്പോ പരിപ്പോട പോണ വഴിക്കുണ്ടെങ്കിൽ എനിക്ക് നീ വാങ്ങിച്ചു തന്നെ. അയ്യോ, നിനക്ക് വേണമെന്ന് പറഞ്ഞത് ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിനാ കിട്ടാത്ത എന്നാ? അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ, ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ, ചുമ്മാ. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്ക് ഡിസൈനിങ് ഓഫ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.